ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായാണെന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. എസ്പെഷ്യലി കണ്ണൂർക്കാരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രിയപ്പെട്ട ഐറ്റം കൂടിയാണ് ഉന്നക്കായ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ 2 കിലോ പഴവും 8 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കുക. കൂടെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ജസ്റ്റ് ഒരു വിസിൽ എടുക്കുക. കണ്ടോ, ഇതെങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. ശേഷം ഇതെങ്ങനെ ഊറ്റിയെടുക്കുക. എന്നിട്ട് തൊലി കളഞ്ഞിട്ട് അമ്മിയിൽ നല്ലോണം അരച്ചു കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ അമ്മിയില്ലെങ്കിൽ മിക്സിയുടെ ജാറായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ അമ്മിയിലാണ് അരക്കാറുള്ളത്. ഒന്നും കൂടെ നല്ല കംഫർട്ടായിട്ട് അരഞ്ഞു കിട്ടാൻ അമ്മിയാണ് ഏറ്റവും ബെറ്റർ. ഇതാ ഇങ്ങനെ അരിഞ്ഞ് വന്നിട്ടുണ്ട് പഴം നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ പഴവും ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എഗ് ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 5-6 ഏലക്കായും പിന്നെ വേണ്ട ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുട്ടയിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് ഷുഗറും വറുത്തെടുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിരുന്ന സമയം എഗ്ഗിൻ്റെ ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒന്ന് ഇതായി ഒരു സെറ്റായി വരുന്ന ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ ഉന്നക്കായക്ക് ആവശ്യമായ എഗ് ഫില്ലിങ്ങും അതേപോലെ തന്നെ നെയ്യ്, പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യ് പുരട്ടിയ ശേഷം ഓരോ ബൗളാക്കി എടുക്കുക. കൈ വെച്ച് നല്ലോണം പരത്തിയിട്ട് ശേഷം എഗ് ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഉരുട്ടി നല്ല നീറ്റിലെടുക്കുക. ഇതാ കണ്ടോ, ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇതാ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതാ ഫൈനലി നമ്മളെ ഉന്നക്കായ ഇവിടെ നല്ല സെറ്റായിട്ട് കിഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കാണാൻ തന്നെ നല്ല സ്റ്റൈലില്ലേ, കൂടെ കഴിക്കാനും നല്ല സ്വാദാണ്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.